ഈ മസാല ബോണ്ട് കേസിൽ ഇഡി നടപടിക്കെതിരെയാണ് തോമസ് ഐസക്കും അതുപോലെ തന്നെ കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമും ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. അതും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മസാല ബോണ്ട് കേസിൽ നിരന്തരം ഇ.ഡി അയക്കുന്ന സമൻസുകൾ ഹാജരാകാതിരിക്കുക, അതിന് മറുപടി നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് തോമസ് ഐസക്കിന്റെയും ഒപ്പം തന്നെ കിഫ്ബി ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഇവർ ഹർജി നൽകിയിരുന്നു. ആ ഹർജി തീർപ്പാക്കിക്കൊണ്ട് പിന്നീട് ഇ.ഡി അയച്ച സമൻസിനെതിരെയുമാണ് വീണ്ടും ഹർജി നൽകിയിട്ടുള്ളത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ ഇ.ഡി കിഫ്ബിക്കെതിരെ ഒപ്പം തന്നെ തോമസ് ഐസക്കിനെതിരെയും ഈ സമൻസ് അയച്ചിട്ടുള്ളത് എന്നാണ് ഹർജികളിൽ ഉന്നയിച്ചിരിക്കുന്ന വാദം. തോമസ് ഐസക് പറയുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് നിയമവിരുദ്ധമായിട്ടുള്ള സമൻസ് ആണ്. നേരത്തെ ആവശ്യപ്പെട്ട രേഖകളൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ആവശ്യപ്പെടുന്നത്. ഏകപക്ഷീയമായിട്ടും നിയമവിരുദ്ധമായിട്ടും അയച്ചിട്ടുള്ള സമൻസുകൾ റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇഡിക്ക് മുൻപാകെ, അതായത് ഇഡിക്ക് അത്തരമൊരു നിർദ്ദേശം നൽകണമെന്നുള്ള രീതിയിൽ ഹർജിയിൽ തോമസ് ഐസക്കും കിഫ്ബി സിഇഒ ആയിട്ടുള്ള കെ.എം. എബ്രഹാമും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് യാതൊരു തരത്തിലും മസാല ബോണ്ട് കേസ് അന്വേഷണത്തിൽ ഇടപെടില്ല എന്നുള്ള ഒരു ആവർത്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാകണം സമൻസ് അയക്കേണ്ടതെന്നും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി വീണ്ടും സമൻസ് അയച്ചത്. പക്ഷേ ഈ സമൻസിന്മേലുള്ള ഒരു മറുപടി നൽകാനുള്ള സാമാന്യമായിട്ടുള്ള ഒരു നടപടിക്രമം പോലും കിഫ്ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഏത് വിധേയനെയും ഈ അന്വേഷണത്തെ എതിർക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അന്വേഷണം സ്തംഭനാവസ്ഥയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് കിഫ്ബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദം ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ വിശദമായിട്ടുള്ള രേഖാമൂലം തന്നെ ഒരു സത്യവാങ്മൂലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്യും.